ഹലോ, ഈസ് എവറിത്തിങ് ഓക്കെ? നോ. എന്തുപറ്റി? ഫ്രാങ്ക്ലി ഡാഡി എന്റെ ജ്വല്ലറി മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുക ശ്രീ. മൈ ബാംഗിൾസ്, മൈ ചെയിൻസ്. Shut up. Listen, പുറത്ത് 9999 വൈറ്റ് അംബാസഡർ കാർ കിടപ്പുണ്ട്. വൈറ്റ് അംബാസഡർ കാറാ? അത് നിനക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാ. ചാൻസ് കിട്ടിയ പുറത്തിറങ്ങ്. നീ വെച്ചോ. വെയിറ്റ്. ഐ ലവ് യു ചന്ദ്. ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നാണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നീ ഉറങ്ങുന്ന ഈ സമയത്താണ് എനിക്കതിനുള്ള ചാൻസ് കിട്ടിയത്. ടിൽ ദെൻ സ്വീറ്റ് ഡ്രീംസ്. ഏയ് ആരാണ്? ഓ ചന്തു, എടാ കണ്ണാ. ഐ ആം സോറി. ഈ റൂബിക്സ് ക്യൂബ്, ആ ഗ്രീറ്റിംഗ്സ് എല്ലാം നിന്റെ അല്ലേ? യെസ്. Even I love you, Sri. I love you so much. റാണ പെപ്സിയാണോ? ഓൺ ഡ്രഗ്സ്. റോക്സ് എന്താ റോങ് കുടിച്ചിട്ട്? മോനെ, നീ വലുതായെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. ഇത്രയും വലുതായെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. പോയിന്റിലേക്ക് വാ. നമ്മുടെ ബാങ്കിലെ പ്രസാദ് ഇല്ലേ, പുള്ളിയുടെ ബന്ധുക്കൾ ആരോ നിന്നെ കണ്ടു. അവരുടെ മകൾക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. 1 കോടി തരാമെന്ന് അവര് പറയുന്നേ. മാർക്കറ്റിൽ എന്റെ മോന്റെ വില കൂടിയത് കേട്ട് ഞാൻ ഷോക്കായി പോയി. ഡാഡി, വീടിന് പുറത്ത് ഞാൻ സോൾഡ് ആണെന്ന് ബോർഡ് വെക്ക്. ഞാൻ എപ്പോഴേ വിറ്റുപോയി. എന്താടാ, ചന്ദനയാണല്ലേ? അവളോട് പറഞ്ഞു? ഉറക്കത്തിൽ പറഞ്ഞിട്ട് എന്തിനാടാ? റാ അടിച്ചില്ലേ അതിന്റെ? നാളെ നീ ഇത് അവളോട് തുറന്നു പറ. ഇല്ല, ഞാൻ സെറ്റിൽ ആയതിനു ശേഷം പറയൂ. ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് സമ്പാദിക്കുന്നു, എങ്ങനെ ഞാൻ അവളെ നോക്കും, അങ്ങനെ അവളുടെ പാരന്റ്സ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എന്റെ കയ്യിൽ ആൻസർ ഉള്ളപ്പോൾ ഞാൻ പറയും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡബിൾ 999. അളിയ 20 മിസ് കോൾസ് ചന്ദനയുടെ. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ചന്ദനയാടാ. നന്ദിനിയുടെ കാര്യം സെറ്റിൽ ആവുന്നവരെ ഇതാരും അറിയരുത്. എന്തെങ്കിലും അർജന്റ് ആയിരിക്കൂടാ. എന്താണെങ്കിലും ദിസ് ഇസ് ടു മച്ച്. രാത്രി എനിക്ക് നന്ദിനിയുടെ 76 മിസ് കോൾസ് ഉണ്ടായിരുന്നു. ചന്തുവിന്റെ സ്കോർ 42. ഈ വിഷയത്തിൽ ഗേൾസ് കുറച്ച് ടൂ മച്ച് ആണളിയാ. എടാ, അഴകപ്പൻ അറിഞ്ഞെന്നാ തോന്നുന്നേ. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അത് ടിൻഡേഡ് ഗ്ലാസ് ആടാ, അങ്ങനെ കാണാൻ പറ്റില്ല. ആ അംബാസഡർ രാത്രി മുതൽ ഇവിടെ തന്നെ ഉണ്ട്. നമ്പർ എത്രയെന്നാ? 9999. നല്ല സൂപ്പർ നമ്പർ. അത് കൂട്ടിക്കഴിഞ്ഞാ എത്ര കിട്ടുമെന്ന് നിനക്കറിയാമോ? പൈത്യം. അതിന് നിനക്ക് കണക്കെടുത്തിട്ട് വേണ്ടേ? 9999 എങ്ങനെ കൂട്ടി നോക്കിയാലും 9 കിട്ടും. കണ്ണാ, അപ്പന് തലവേദന എടുക്കണ്ട. പോയി 2 ഗുളിക വാങ്ങിച്ചോണ്ട് വാ. ഓ, എന്താ കോൺസെൻട്രേഷൻ, എന്താ കോൺസെൻട്രേഷൻ. ആ കളിച്ചോ. വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ. അപ്പാ, ഞാൻ മേടിച്ചോണ്ട് വരട്ടെ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചത് മതിയായില്ലേ? ഇനിയും പറയിക്കണ. അതാളെ എനിക്ക് ഗുളിക മേടിച്ചോണ്ട് വരുവാ. നന്ദിനി വരുന്നുണ്ട്. ഇതെന്തൊരു വെയിറ്റാ. വിട്ടോ.
അബി ആ എന്റെ മോൾ ആണ്ടാള് ഇവിടെ ഹാഫ് അനസ് മേടിക്കാൻ വന്നിരുന്നു, നീ കണ്ട? ഫുൾ അനാസും വാങ്ങി വണ്ടിയെ കയറി അങ്ങ് പോയി. ഏത് വണ്ടിയിലാണ് ഇപ്പൊ പോയത്? എങ്ങോട്ടാ പോയത്? ഇന്നലെ ഒരു അംബാസഡർ കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നില്ലേ, ഒരു വൈറ്റ് കാർ. വൈറ്റ് അംബാസഡർ കാറിന്റെ നമ്പർ സൂപ്പർ ആയിരുന്നു, 9999. എടാ കിഷോറെ, പേടിക്കാൻ 27th മാരേജ് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീ. Okay, bye. ഓക്കെ ബൈ. ബൈ സർ. ഓക്കെ, ഈ വിഷയം വളരെ സീരിയസ് ആണ്. നമ്മൾ ഇവിടെ ചെയ്തതൊന്നും യാതൊരു കാരണവശാലും ചന്ദന അറിയരുത്. ഓക്കെ. ഏയ് 24 hours എന്തിനാണ് ഈ ഭജന? ഇവിടെ സീരിയസ് ആയി സംസാരിക്കുമ്പോ. ഹായ്. ഹായ് ഹായ്. ഹായ്. ഓ ചന്തു, വാട്ട് ഇസ് സർപ്രൈസ്? എന്താ നിന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്? ഹായ്. കാർട്ടൂൺ നെറ്റ്വർക്ക് ഫെയിൽ ആയതുപോലെ. രാത്രി എന്റെ വീട്ടിലാരോ വന്നു. എന്റെ ബെഡ്റൂമിൽ വന്ന് കയ്യില് മൈലാഞ്ചി ഇട്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പോയി. സർ 105 ലാംഗ്വേജസിൽ ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഫോർഗെറ്റ് ദാറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ അന്നേ പറഞ്ഞതാ നിങ്ങളുടെ വീട്ടിൽ ഭൂതമുണ്ടെന്ന്, അപ്പോഴാരും കേട്ടില്ല. ഇപ്പോഴോ? ഭൂതം. എനിക്കറിയാം ആരാ നിനക്ക് മെഹന്തി ഇട്ടെന്ന്. ആരാ? പ്ലൂട്ടോ. അല്ല, നന്ദിനി എവിടെ? നിർത്ത. അവളെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു വരുന്നു. അവളെന്ത് പണിയാ കാണിച്ചെന്നറിയോ? ആ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യം വരുമോ? നമ്മുടെ തീരുമാനം എന്തായിരുന്നു? ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അളകപ്പനെ കൺവിൻസ് ചെയ്യിക്കാമെന്നായിരുന്നില്ലേ? അല്ലേ? അതെ. ഇപ്പൊ എന്താ പറ്റിയ? ഒളിച്ചോടിപ്പോയി. ആ കിഷോറില്ലേ, ഞാൻ പറയട്ടെ. പെട്ടെന്ന് വാ, വേഗം. അങ്ങോട്ട് നോക്കി, നമ്മുടെ കാര്യം പോക്കായി. നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയത് ഇവനാണ്. അവനോട് സഹകരിച്ചത് ഇവരെല്ലാം. അയ്യോ പാദസരം. ശ്രീ, എനിക്കിത് കിട്ടുന്നത് നന്നായിരുന്നു. കൊണ്ടുപോയി ശരിക്കും പെരുമാറും. നീ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഫസ്റ്റ് ടൈമാ? എക്സ്ക്യൂസ് മീ, യെസ്, വാട്ട്? ഫസ്റ്റ് ടൈമാ? ഞാനും ഫസ്റ്റ് ടൈമാ. ഇനി അച്ഛനും അമ്മയുണ്ടല്ലോ. അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം നശിപ്പിക്കുന്ന മക്കളുണ്ടെങ്കിൽ അത് എത്രമാത്രം വിഷമിപ്പിക്കുമെന്ന് എനിക്ക് ശരിക്കും അറിയാം. ആ ശ്രീ എന്ന് പറയുന്നവനുണ്ടല്ലോ, എത്ര വൃത്തികെട്ടവനാണെന്നോ. പാവം നമ്മുടെ ചന്ദനം. അവൻ ചെയ്ത വൃത്തികെട്ട പണി കാരണം ബർത്ത്ഡേയുടെ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അഴിയണി കിടക്കുക. ഇവള് തന്നെ എല്ലാവരെയും എന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടേ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത്. സർ, ഇവരുടെ എല്ലാവരുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം. വരൂ സർ. സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പേരിൽ എത്ര കേസുണ്ടെന്നറിയാമോ? അതിലേതെങ്കിലും ഒരു കേസ് തെളിഞ്ഞാൽ എല്ലാവരോടും കൂടിയാ നോട്ട് ബെയിലബിൾ വാറന്റ്. Okay. നീ വെറും പേപ്പർ അയച്ചിട്ട് എന്നെ വിട്ടിയൊക്കെയാണോ? നിന്നെ ഞാൻ പാസ്സാക്കിയാൽ ചെക്ക് നീ പാസ്സാക്കുമെന്നല്ലേ പറഞ്ഞത്? ക്ഷൗരം ചെയ്ത് പെണ്ണുങ്ങളുടെ മുന്നിൽ ഷൈൻ ചെയ്യുന്നവനല്ലേ നീ? ചെക്ക് പാസ്സായില്ലെങ്കിൽ എന്റെ വിധം മാറും. നിന്റെ ചെക്ക് എന്റെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് കപ്പലണ്ടി വാങ്ങി തിന്നാനാ? അവസാനമായിട്ട് പറയാ, ചെക്ക് പാസ്സാക്കിയില്ലെങ്കിലേ നിന്റെ ട്രൗസറും കീറി നീ ക്യാമ്പസിൽ നിന്ന് റോഡിലേക്ക് തെണ്ടി തിരിയേണ്ടി വരും. നായേ, ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ചെക്ക് വെച്ചത് എന്തിനാടാ? ഇങ്ങനെ എഴുതാൻ പറ്റുമോടെ എക്സാം? ടൈം സെൻസ് ഇല്ലാത്തൊരു വൃത്തികെട്ടവൻ.